ഹായ്, നമ്മളിപ്പോൾ ഉള്ളത് കട്ടപ്പന കേട്ടോ. സാധാരണ ഞങ്ങളെ നല്ല കാര്യങ്ങളും എല്ലാത്തിലും നമ്മൾ പോസിറ്റീവായിട്ട് മാത്രമല്ല കാര്യങ്ങൾ പറയാറുള്ളൂ. നമ്മുടെ അടുത്ത് മിസ്റ്റേക്കുകളൊക്കെ പറ്റാറുണ്ട്. അങ്ങനെ ഞങ്ങളെ കയ്യിൽ നിന്ന് പറ്റിയൊരു മിസ്റ്റേക്കുള്ള ഒരു വീടാണിത്. ഏറ്റവും നല്ലൊരു ക്ലൈൻറ്റ് എബ്രാഹിം ചേട്ടനും ചേച്ചി. അതായത് അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു വീട് പണി ചെയ്യണ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ഇതിപ്പോൾ തുടങ്ങിയിട്ട് തന്നെ ഏകദേശം ഒരു 5-6 മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും. ഇതിൻ്റെ ബേസ്മെൻ്റ് അടക്കം നമ്മൾ ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ ഇതിൽ കിടക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും ദിവസമായിട്ട് മുഖം കറുപ്പിച്ച് സംസാരിക്കാണ്ട് അമ്മൂനോട് അത്രയും സോഫ്റ്റ് ആയിട്ടും, അതായത് ബുദ്ധിമുട്ടാണെന്ന് എല്ലാവരും മനസ്സിലാക്കിയിട്ട് പെരുമാറണ ആ ക്ലയൻറ്റുകളുടെ വീടാണ്. അതുകൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായത്. ഈ വീഡിയോ ഞങ്ങളൊരു വോയിസ് ഓവർ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചല്ല, ഡയറക്റ്റ് ഒരു വീഡിയോ ആയിട്ട് വോയിസ് എല്ലാം ഓൺ ടൈം കൊടുത്ത് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റിയ പാളിച്ച കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞ് മനോഹറിന് മുകളിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും 2 മണി 3 മണി ആവാനായി. പിന്നെ ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ വീഡിയോ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യണത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഈ പാളിച്ചയുടെ കാര്യം പറഞ്ഞില്ലേ, അത് ഞങ്ങൾ അബ്രഹാം ചേട്ടനും ഫാമിലീനെയും നമ്മളൊന്ന് സഹായിക്കാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷേ നമുക്ക് സഹായിക്കാനല്ല പറ്റിയത്. അവർക്ക് അതുകൊണ്ട് അവർക്കും ദോഷമുണ്ടായി. അതുപോലെ തന്നെ നമ്മൾക്ക് അതിനേക്കാളും വലിയൊരു ദോഷമാണ് ഉണ്ടായത്. കാരണം ഇത്രയും ദിവസം ഈ ഫീൽഡിൽ നിന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു വീടിൻ്റെ മെയിൻ സ്ലാബ് ചെയ്യാൻ 3 മാസം എടുക്കണത്. ആദ്യം എന്താണ് നമുക്ക് പാളിച്ച പറ്റിയെന്നുള്ളത് നമ്മളൊന്ന് ചുരുക്കി പറയാം. ബംഗാളിൽ വോട്ടുണ്ടായ സമയത്ത് നമ്മുടെ മെയിൻ സ്ലാബിൻ്റെ ടീം, വികാസ് ആൻഡ് ടീം നാട്ടിൽ പോയപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവർ തിരിച്ചു വരുമ്പോഴത്തേക്ക് അബ്രഹാം ചേട്ടൻ്റെ വീട് ചെയ്ത് കഴിയാൻ ലേറ്റ് ആവില്ലേ എന്ന് വിചാരിച്ചിട്ട് അവിടെ ലോക്കലി ഉള്ള കട്ടപ്പനയിലുള്ള ഒരു ടീമിന് തന്നെ നമ്മൾ ഇതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ മലയാളി ടീമിന് നമ്മളതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ കോൺട്രാക്റ്റ് കൊടുത്തു. നമ്മൾ മുൻപും അങ്ങനെ 1-2 സ്ഥലങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് ഭയങ്കര അബദ്ധമാണ് പറ്റിയത്. ആദ്യം ഇവരെ കണ്ട് നമ്മൾ മീറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഭയങ്കര ഡീസൻ്റായിട്ടാണ് അവർ സംസാരിച്ചത്. അത് മാത്രമല്ല, അവർ എത്രയാണ് എമൗണ്ട് പറഞ്ഞ്, ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ ബാർഗെയിൻ ചെയ്യണ പരിപാടിയല്ല. ഞങ്ങളെ വർക്കിനും ബാർഗെയിൻ ഇല്ല. അതായത് നമ്മൾ എത്രയാണ് ഒരു റേറ്റ് പറഞ്ഞത് ഫിക്സ്ഡ് റേറ്റ് ആണ്. അതേപോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഒരു വർക്ക് ഇങ്ങനെ സബ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും പറയാറ്. അതായത് അവർക്ക് നഷ്ടമില്ലാത്തൊരു പൈസ എത്രയാണോ അത് പറഞ്ഞ പൈസയ്ക്കാണ് നമ്മൾ ആ വർക്ക് ആൾക്ക് കമ്മിറ്റ് ചെയ്തത് അല്ലേ. അങ്ങനെ വർക്ക് നമ്മൾ കൊടുക്കുന്നവരെയൊക്കെ ആൾ നല്ല ഡീസൻ്റായിട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ വർക്ക് കിട്ടിയ ശേഷം ഇവരെങ്ങനെയൊക്കെ ഇത് മാക്സിമം ഡിലേ ആക്കാൻ പറ്റുമോ. പക്ഷെ നമ്മൾ വിളിക്കുമ്പോൾ പറയും എന്താ ജാക്കി സ്പാൻ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, പ്ലൈവുഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഇങ്ങനെ നമ്മളെ പറ്റിക്കുകയായിരുന്നു അവർ. അതാണിപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഇതിൻ്റെ ഇത്രയും ദിവസത്തെ വർക്കിൻ്റെ ഏറ്റവും മോശം മെയിൻ സ്ലാബ്, അതായത് അൺഫിനിഷ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം, ഈ ഒരു വീടാണ്. പക്ഷേ അയാൾ വർക്ക് കൊടുക്കാൻ വന്നപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും നല്ല ചുമര് നിങ്ങൾ ചെയ്ത് അതിനേക്കാളും നന്നായിട്ട് ഞാൻ സ്ലാബ് ചെയ്തു തരാമെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ആൾക്കാർ പലകയിൽ ചെയ്യില്ല, ഫുള്ള് പുതിയ പ്ലൈവുഡ് മേടിച്ചിട്ടേ ആളിത് ചെയ്യുള്ളൂ, കാരണം ചുമര് ഇത്രയും ഫിനിഷിംഗ് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങളവർ വിശ്വസിച്ച് പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അയാൾ അതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോകാൻ ഞാൻ പെടാപ്പാട് പെട്ടണു. കാരണം 3 മാസമാണ്, അതായത് ഇത് അടിക്കാൻ കൊടുത്ത് ഏകദേശം 2 മാസം കഴിഞ്ഞിട്ടാണ് അത് കോൺക്രീറ്റ് ചെയ്തത്. അപ്പം തന്നെ ആലോചിച്ചറിയണോ, ഈ പണി അറിയുന്ന ആൾക്കാർക്ക് അറിയാം. ഈ ബീമൊക്കെ അടിച്ചിട്ട് ഈ 1.5 മാസം ഈ വെയിലും മഴയും കൊണ്ടിട്ട് ആകെ വളഞ്ഞ് പിരിഞ്ഞ്, സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ എൻ്റെ പണിക്കാർ പോയിട്ട് ഇതിൽ മാത്രം ഈ ബീമുമത്തെ പ്ലൈവുഡ് ഊരിയെടുക്കാനായിട്ട് ഓരോ ബീമിലും ഓരോ പണിക്കാരെ നിർത്തിയിരുന്നത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പറ്റിയൊരു അബദ്ധമാണ്. ലാസ്റ്റ് എബ്രാഹിം ചേട്ടനും കൂടി തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അല്ലേ. എബ്രാഹിം ചേട്ടൻ ആദ്യം പറഞ്ഞത് അടുത്തുള്ള ആൾക്കാർക്ക് കൊടുക്കരുത് എന്നാ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം അവിടുത്തെ ആൾക്കാരെ ഒരു ഇത് തോന്നുന്നുണ്ട്. അതായത് ഇവർക്ക് ആ വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ എന്ത് വേണമെങ്കിൽ പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ തുടങ്ങുകയും ചെയ്തു. പിന്നെ നമ്മൾക്കിത് വേറൊരു ടീമിനെ വെച്ചിട്ട് ചെയ്യാനും കൂടിയും പറ്റാത്തൊരവസ്ഥ. എൻ്റെ വർക്കേഴ്സ് വോട്ടിന് പോയി 1.5 മാസം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു വന്ന്, എന്നിട്ടും ഇവിടെ പണിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. ഇത് മെയിൻ സ്ലാബ് കഴിഞ്ഞിട്ട് അത് പൊളിച്ചു കൊണ്ടുപോകാൻ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? അതും ഉണ്ടായിരുന്നില്ല. അത് 15-16 ദിവസം കൊണ്ട് പൊളിക്കേണ്ടത്, അതും 1 മാസത്തിന് ശേഷമാണ് അവരത് പൊളിച്ചത്. ലാസ്റ്റ് നമ്മളൊരു കടുങ്കൈ എടുത്തു. എബ്രാഹിം ചേട്ടനോട് നമ്മൾ പറഞ്ഞു, നിങ്ങളത് പൊളിച്ചു കൊണ്ടുപോയില്ലാന്നുണ്ടെങ്കിൽ അയാൾ അത് ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുന്ന് പറഞ്ഞിട്ടാണ് അത് കൊണ്ടുപോകേണ്ടത് അല്ലേ. ആദ്യം കുറച്ച് പൊളിച്ചു. ഇത് നോക്കി നോക്കട്ടോ, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണ ഒരു ബീമിൻ്റെ ഫിനിഷിംഗ് ആണ്. നിങ്ങൾ നമ്മളെ വീഡിയോസ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം.
എല്ലാ സൈഡിലും ഒരുവിധം ഈ ഒരു ഫിനിഷിങ് മിനിമം നമ്മളൊരു ബീമും സ്ലാബും കിട്ടാറുണ്ട്. ആ സ്ഥലത്താണ് സത്യം പറഞ്ഞാൽ നമുക്ക് തന്നെ നമ്മളെ പ്രൊജക്റ്റ് കാണുമ്പോൾ സങ്കടം വരും. ഇതിൻ്റെ സ്റ്റെയർ കേസോ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കരച്ചിലാണ്. ഞാൻ പറഞ്ഞ മാതിരി അല്ല അയാൾ സ്റ്റെയർ കേസ് അടിച്ചത്. എന്തായി കഴിഞ്ഞാൽ നമ്മൾ അത് ഫുള്ളായിട്ട് സ്റ്റെയർ കേസ്, ഈ വീടിൻ്റെ സ്റ്റെയർ കേസ് ഫുള്ളായിട്ട് പൊളിച്ച് പുതിയ സ്റ്റെയർ കേസ് അടിക്കണം. കാരണം ഞാൻ വിചാരിച്ച മാതിരി അല്ല സ്റ്റെയർ കേസ് ആയിരുന്നത്. അതും ഹണി കോമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെയർ കേസിലൊക്കെ കമ്പി കണ്ടായിരുന്നു കേട്ടോ. അത് അബ്രഹാം ചേട്ടൻ ഒരു ഫോട്ടോ എടുത്ത് അയച്ചു. അപ്പോഴേക്കും തന്നെ അത് ഞാനൊരു വീഡിയോ എടുക്കുമെന്ന് പറയണ ഗ്യാപ്പ് തന്നെ ആളത് വന്ന് ഫുള്ള് ക്ലോസ് ചെയ്തു. ഇപ്പം ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിലൊന്ന് കാണിക്കുന്നുണ്ട് അതിൻ്റെ അടിയിലത്തെ, അതായത് ആ സ്റ്റെയർ കേസിൻ്റെ അടിയിലത്തെ തെങ്ങിൻ്റെ പലക വെച്ചിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഒരൊറ്റ പലക പൊളിച്ചിട്ടില്ല. എന്തിനു പറയണു? ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾക്ക് അവിടുന്ന് ആളെ വിളിച്ച് ചെയ്തുകൂടെ, ഇവിടുന്ന് ആളെ വിളിച്ച് ചെയ്തുകൂടെ അല്ലേ? ഇതൊക്കെയാണ്, അതായത് പെട്ടുപോകും. ഇപ്പോൾ നമ്മൾ തന്നെ ഇപ്പോഴും മെയിൻ സ്ലാബ് അടിക്കാനും 4-5 വീടുകൾ ഇപ്പോഴും പെൻഡിങ് ആയിട്ട് കിടക്കുക. ഇപ്പോൾ നമ്മളെ ടീം കാന്തല്ലൂർ മെയിൻ സ്ലാബ് അടിച്ചുകൊണ്ടിരിക്കുക. ആളെ ഏകദേശം 1.5 മാസമല്ലേ വെയിറ്റ് ചെയ്തു, ഒന്നും പറഞ്ഞില്ല. എബ്രഹാം ചേട്ടൻ ഞങ്ങളോട് നിർബന്ധിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് വേറെ കാര്യം. ഞങ്ങൾക്ക് അവർക്ക് പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. കാരണം ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ അബ്രഹാം ചേട്ടനും വൈഫും പറഞ്ഞു അവർ ഇവിടെ വന്ന് താമസിച്ചോളാം, മുകളിൽ ചെയ്യുന്ന സമയത്ത് അവർ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്നു പറഞ്ഞതുകൊണ്ടാണ്. അവർ റെന്റിനാണ് താമസിക്കുന്നത്. 10,000 രൂപ റെന്റ് അവർ കൊടുക്കുന്നത്. റെന്റല്ല മെയിൻ ഇഷ്യൂ. അവർ 3-4 നിലയിലാണ് താമസിക്കുന്നത്. അതാണ് അവര് ബുദ്ധിമുട്ട്. അപ്പോൾ അവരിവിടെ വന്ന് താമസിക്കുന്നതും കൂടി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെന്നാൽ ഞങ്ങളുടെ വർക്കേഴ്സ് വരണവരെ ഡിലേ ആക്കണ്ടെന്ന് വിചാരിച്ച് ഈ പരിപാടിക്ക് നിന്നത്. പക്ഷെ അത് ഭയങ്കര നഷ്ടമായിപ്പോയി. നഷ്ടമല്ല, സങ്കടമായിപ്പോയി. നമ്മളെ വീഡിയോസ് കാണുന്ന ആൾക്കാർ, അതേപോലെ നമ്മളെ സബ് എടുത്ത ആൾക്കാർക്കൊക്കെ അറിയാം. ഇപ്പോൾ ചേർത്തലയിൽ ഞങ്ങൾ ഇതേപോലെ സബ്ബാണ് കൊടുത്തത്. നല്ല സൂപ്പർ ചേട്ടനായിരുന്നു. അടിപൊളിയായിട്ട് ആളാ വർക്ക് എടുത്തു തന്നു. അതേപോലെ തന്നെ നമ്മൾ തൃശ്ശൂർ മുള്ളൂർക്കരയിൽ നമ്മൾ സബ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചെറിയൊരു പടൽ പെട്ടിട്ടുണ്ട് കോഴിക്കോട് നമ്മൾ. പക്ഷെ അത് വർക്ക് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നുള്ളൂ, എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു പടൽ ആദ്യമായിട്ട്. കാരണം ഈ സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് പ്ലിന്തുമെന്ന് കൊണ്ടുപോകാനായിട്ട് ഞാൻ അയാളോട് 2 പ്രാവശ്യം പറഞ്ഞതാണ്. എന്നിട്ട് ഞാൻ ചെന്നിട്ട് ഈ സ്റ്റെപ്പ് പൊളിച്ചു. രണ്ടാമത് ചെന്നപ്പോൾ വീണ്ടും ആൾ ഇതേപോലെ അടിച്ചു വെച്ചിരിക്കണം. അതായത് നമ്മൾ എന്താണോ പറയുന്നത് അതേ അല്ല ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നോക്കി നോക്കും നിങ്ങൾ. അതായത് ഈ വീട് വേറെ ആരെങ്കിലും ഇപ്പോൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കണ്ട തെങ്ങിൻ്റെയൊക്കെ ഈ സാധനം ആരെടുക്കും? തേപ്പുകാരോ അല്ലെങ്കിൽ പുട്ടിക്കാരോ? ഇങ്ങനെ കാണിക്കുമ്പോഴാണ് ഈ ആൾക്കാർക്ക് ചീത്തപ്പേരും കാര്യങ്ങളും വരുന്നത്. പറയുമ്പോൾ മലയാളീനെയും കൊണ്ടാണ് ചെയ്യിച്ചിരിക്കുന്നത് അല്ലേ? എല്ലാ ആൾക്കാരും പറയും ഭായിമാരാണ് ഭയങ്കര പ്രശ്നം, ഭായിമാരാ പ്രശ്നം. എനിക്ക് കംപ്ലീറ്റ് ഭായിമാരാണ് എൻ്റെ ഈ കണ്ട വർക്കുകൾ. ഇപ്പം നിങ്ങളീ കാണുന്ന ചുമരിൻ്റെ ഫുള്ള് വർക്കും ചെയ്തിരിക്കണം. എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ഭായിമാരുള്ളത്. നമുക്കൊരു 4-5 സൂപ്പർവൈസേഴ്സും പിന്നെ ഡ്രൈവേഴ്സും മാത്രമേ ഉള്ളൂ മലയാളിയായിട്ട്. ബാക്കി എല്ലാവരും ഭായിമാർ. ഇതൊക്കെ നോക്കി നോക്കും. നമ്മൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു കൺസ്ട്രക്ഷനിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സ്റ്റെയർ കേസ് അടിച്ചിട്ടില്ല. ആ സ്റ്റെയർ കേസ് കംപ്ലീറ്റ് പൊളിച്ചളതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇട്ട് തരും. കാരണം ഈ സ്റ്റെയർ കേസ് എത്ര നന്നാക്കി അടിക്കുക എന്നുള്ളത് നമുക്കറിയാം. പിന്നെ എന്തായി കഴിഞ്ഞാൽ അയാളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എങ്ങനെയും ഇതൊന്ന് തലേന്ന് ഊരി പോകാൻ വേണ്ടിയിട്ട് സൈറ്റ് പോലും വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എല്ലാം അറിയാമല്ലോ, നമ്മളെല്ലാതും ഷീറ്റ് വിരിച്ചിട്ടാണ് മെയിൻ സ്ലാബ് ചെയ്യാറ്. ആൾ പൊളിച്ചു പോയി. ആ പൊളിച്ചു പോയാൽ ആൾക്ക് കിട്ടാത്ത പലകകൾ കംപ്ലീറ്റ് അയാൾ അവിടെ ഇട്ടു. ഷീറ്റ് കീറിയില്ല, ഹുക്ക് എടുത്തിട്ടില്ല. അതായത് ഇതൊക്കെ ഒരു നമ്മളൊരു ഇത് സബ് കൊടുക്കുമ്പോൾ അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, പറ്റിപ്പോയി. ഇത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എബ്രഹാം ചേട്ടനെ സംബന്ധിച്ചിടത്തോളം നമ്മളടുത്താണല്ലേ, അവർക്കാണല്ലോ ഇതൊക്കെ ദോഷമായിട്ട്. അപ്പോൾ നമ്മളാണ് വേറൊരാൾക്ക് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാലും അത് നമ്മുടെ അടുത്ത് പറ്റിയ മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഒരാൾക്കും ഇപ്പോൾ ക്ലയൻറ്റ് എത്ര നിർബന്ധിച്ച് കഴിഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് ഒരാളെ കൊടുത്തിട്ട് നമ്മളെ ഈ ഒരു കോൺക്രീറ്റ് വീടിൻ്റെ മുകളിൽ അടുപ്പിക്കാത്തതിൻ്റെ ആ ചുമരിൻ്റെ ഇതുണ്ടല്ല, ബാത്റൂമിൻ്റെ സൈഡ് അടിച്ചതാണ് കംപ്ലീറ്റ് തള്ളി. ഇനി അതൊക്കെ ഇരട്ടി പണിയെടുക്കണം, വേറെ നിവർത്തിയില്ല. പിന്നെ ഈ സ്റ്റെപ്പിൻ്റെ ഏറ്റവും ലാസ്റ്റ് കണ്ടോ ഒരു കള്ള സ്റ്റെപ്പും വന്നു. അപ്പോൾ ഞാൻ അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്, അത് ആ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ എങ്ങനെ കള്ള സ്റ്റെപ്പ് അത് ഒരേ ലെവലാക്കി എടുക്കും? ഒരിക്കലും പറ്റില്ല. പിന്നെ മനോട്ട് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ക്ലയൻസ് അബ്രഹാം ചേട്ടനും ചേച്ചിയും ഇത്രയും നല്ലൊരു നമ്മുടെ ക്ലയൻസിലൊരു നമ്പർ 1 എന്ന് തന്നെ പറയാം കേട്ടോ. ഒരുപാട് നമ്പർ 1 ഉണ്ട്, അതിലൊരു നമ്പർ 1 ആണ് നമ്മുടെ അബ്രഹാം ചേട്ടനും ചേച്ചിയും. കാരണം നമ്മുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കുന്ന ഒരു ക്യാരക്ടറാണ് കേട്ടോ. അതേപോലെ നമ്മുടെ ഭായിമാരോടാണെങ്കിലും അവർക്ക് അതേപോലെ സ്നേഹമാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ ഒരു ഏറ്റവും നല്ല ക്ലയൻസാണ്. പക്ഷെ അവർക്ക് തന്നെ അങ്ങനെ പറ്റിയിട്ട് നമുക്ക് ദുഃഖമുണ്ട്. എങ്കിലും വീടിന് അവർക്ക് ഇതിൽ ഈ സങ്കടമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇപ്പൊ താഴത്തെ വീടിനെ കണ്ടില്ലേ, അത്രയും നല്ല എലിവേഷനും കാര്യങ്ങളൊക്കെ ലുക്കാക്കി വലിയ ജനലുകൾ വെച്ച്. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറയേണ്ടതായിരുന്നു, അപ്പോൾ അത് പറയാൻ പറ്റിയില്ല.
ഇതൊരു അടിപൊളി ലുക്കാക്കി കൊടുക്കും. അപ്സ്റ്റെയറിൽ 2 ബാൽക്കണി, ഇതൊന്നും പ്ലാനിലില്ലാത്തതാണ്. പക്ഷെ വീട് നല്ല സൂപ്പറായി കൊടുക്കും. ഇനിയിപ്പോൾ എന്തായാലും മിസ്റ്റേക്ക് പറ്റില്ല, മുകളിൽ നമ്മൾ തന്നെയാണ് സ്ലാബ് ചെയ്യാം. അപ്പോൾ വീട് ഞങ്ങൾ വളരെ സൂപ്പറായിട്ട്, പിന്നെ ഇവരെ ഒരു ഫസ്റ്റത്തെ ഒരു സ്വഭാവം നമുക്ക് മനസ്സിലായതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവർക്ക് 4 ഇഞ്ചിൻ്റെ ചുമരായിരുന്നു. പക്ഷെ നമ്മളെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്ത വീട് ഇതാക്കി കൊടുത്തത് അല്ലേ, 5 ഇഞ്ചാക്കി കൊടുത്തു. അപ്പോൾ ആ ഒരു സ്നേഹം അവർക്കും നമ്മളോടുണ്ട് കേട്ടോ. അതും പറഞ്ഞല്ലോ പറയുക, അവർക്ക് അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ. നമ്മളാണ് ഈ അല്ലേ ഫസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്കാണ് ചെയ്തു തരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 5 ഇഞ്ചിന് ബുക്ക് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു, അവർക്ക് വേണമെങ്കിൽ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷെ അതല്ല, നമ്മൾ ആദ്യം ഒരെണ്ണം ചെയ്ത് പരീക്ഷിച്ചിട്ട് ചെയ്യാമെന്ന് വെച്ചത്.